പേര് ജെൻസി ആൻ്റണി. ഞാൻ എറണാകുളം ജില്ലയിലെ മുനമ്പത്ത് നിന്ന് വരുന്നു. ഞാനിവിടെ വരുന്നത് 2023 വരാൻ കാരണം എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് 3 പ്രാവശ്യമായിട്ടും പൊട്ടിപ്പോയ ഡ്രൈവിംഗ് ലൈസൻസ് എൻ്റെ അമ്മച്ചി പറഞ്ഞ് ഈ കൃപാസനത്തിൽ നീ വന്ന് ഒരു ഉടമ്പടി എടുത്ത് നോക്ക്, അപ്പോൾ ചിലപ്പോൾ മാതാവ് സാധിച്ചു തരും. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് 2023 ഉടമ്പടി എടുത്ത് പിറ്റത്തെ ആഴ്ച തന്നെ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. അത് മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ രണ്ടാമത്തെ അനുഗ്രഹം, ഞാൻ എപ്പോൾ വന്നാലും എൻ്റെ ഈശോനോട് ഒരു ആഗ്രഹം പറയുമായിരുന്നു, എനിക്കൊരു കാറ് വേണം. 6 വർഷത്തോളമായി ആഗ്രഹം ഞാൻ മനസ്സിൽ കൊണ്ടുനടക്കുന്നത്. സെപ്റ്റംബർ 27 ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ 2 സഹോദരിമാർക്കും വണ്ടിയുണ്ട്. ഞാൻ എവിടെ പോയാലും 5000 രൂപ 6000 രൂപ മുടക്കിയാണ് അവരുടെ ഒപ്പം യാത്ര ചെയ്യുന്നത്, വേറെ വണ്ടി വിളിച്ച്. അപ്പോൾ ഞാൻ ആഗ്രഹം എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ സെപ്റ്റംബർ 27 ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി. ഡിസംബർ 30 എനിക്ക് ഈശോ ഒരു 14 ലക്ഷം രൂപയുടെ നല്ലൊരു പുത്തൻ വണ്ടി തന്ന് അനുഗ്രഹിച്ചു. അത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അത് ദൈവം നടത്തി തന്നു. പിന്നെ 3ാമത്തെ സാക്ഷ്യം, ഞാൻ ഇവിടെ വന്ന് അന്ന് തന്നെ സെപ്റ്റംബർ 27 തന്നെ വന്ന് പോകുമ്പോൾ എൻ്റെ മകന് ഭയങ്കര തലവേദനയാണ്. അങ്ങനെ ഞാൻ ആ പോണ വഴിയിൽ തന്നെ അവിടെ ഒരു ഡോക്ടർ ഉണ്ട്, വീടെടുക്കാറാവുമ്പോൾ. ആ ഡോക്ടറെ കാണിക്കാൻ ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ്, എടി നിന്റെ എൻ്റെ ചുണ്ടത്ത് ഒരു പാണ്ട് പോലെ തുടക്കമുണ്ടല്ലോ, അത് എത്രയും പെട്ടെന്ന് കാണിക്കണം, നീ വീട്ടിൽ ചെന്ന് ആലോചിച്ചിട്ട് വരാൻ പറഞ്ഞ്. ഞാൻ വീട്ടിൽ ചെന്ന് ആലോചിച്ചപ്പോൾ അവർ പറഞ്ഞ് മരുന്ന് കഴിക്ക്, ഡോക്ടർ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ്. ഞാൻ ആകെ വിഷമിച്ചു. 2.5 മാസത്തോളം ഞാൻ ആ ഹോമിയോ മരുന്ന് കഴിച്ച് കഴിഞ്ഞപ്പോൾ അത് സ്പ്രെഡ് ആവാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ മൂത്ത മകൻ പറഞ്ഞ്, അമ്മ വേറെ എവിടെയെങ്കിലും കാണിക്കാം, ആയുർവേദം ഒന്ന് കാണിച്ച് നോക്കാൻ പറഞ്ഞ്. അങ്ങനെ ആയുർവേദത്തിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കണ മരുന്ന് നിർത്തിക്കോ, അത് കഴിക്കണ്ട, നിർത്തിയിട്ട് നോക്കുമെന്ന് പറഞ്ഞ്. ഡോക്ടർ ഇത് പറഞ്ഞപ്പോൾ മുതൽ, ആദ്യമായി ഞാൻ കണ്ട ഡോക്ടർ പറഞ്ഞപ്പോൾ മുതൽ ഞാൻ ഈശോൻ്റെ ഇവിടുത്തെ ഉടമ്പടി തൈലവും ഉപ്പും ഞാൻ അന്ന് തുടങ്ങി ഉള്ളിൽ കഴിക്കുമായിരുന്നു, ചുണ്ടത്ത് പെരട്ടുമായിരുന്നു. മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ച് കരഞ്ഞ്. അത് എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും കൂടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കൊടുങ്ങല്ലൂർ ഒരു ഡോക്ടറുണ്ട്, ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ് ഈ മരുന്ന് എന്താണെന്ന് പറഞ്ഞില്ല, ചുണ്ടത്ത് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം പറഞ്ഞുള്ളൂ. അങ്ങനെ ഞാനൊരു 10 ദിവസം മരുന്ന് കഴിച്ച്, അപ്പോഴും കുറവില്ല, ചുണ്ടത്ത് കൂടിക്കൂടി വരികയാണ്. അങ്ങനെ ഞാൻ ടെസ്റ്റൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ അവിടുത്തെ ഒരു ആൾ എന്നോട് പറഞ്ഞ്, രവിപുരത്ത് ഒരു സ്കിന്നിന് ഡോക്ടർ ഉണ്ട്, അവിടെ ഒന്ന് കാണിച്ച് നോക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ഈശോനോട് പറഞ്ഞു, ഞാനിനി ഒരു ഡോക്ടറും കാണിക്കൂല, എൻ്റെ ലാസ്റ്റത്തെ ഡോക്ടറാണ്. ഞാനവിടെ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ എൻ്റെ ഈശോ ഇരിക്കണം ഡോക്ടറിന് പകരം അവിടെ ഇരിക്കേണ്ടത്, നേഴ്സിന് പകരം മാതാവായിരിക്കണം ആ പറ്റലിരിക്കേണ്ടത്. എന്നോട് പറയണം ഇനി ഒരു കുഴപ്പവുമില്ല, പൂർണ്ണ സൗഖ്യം പ്രാപിച്ചെന്ന് പറയാൻ എൻ്റെ ഈശോ എനിക്ക് ഇടവരുത്തണമെന്ന് പറഞ്ഞ്. ഞാൻ അവിടെ കാശുരൂപമായിട്ടാണ് പോയത്. ഡോക്ടറെ അടുത്ത് കയറുന്നവരെ ഞാൻ ഈ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ ഇരുന്നേച്ച്. അങ്ങനെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ്, ടെസ്റ്റ് ചെയ്ത് പറഞ്ഞ് ഒരു കുഴപ്പവുമില്ല, പൂർണ്ണ സൗഖ്യം ഒരു കുഴപ്പമില്ല, പാണ്ടിൻ്റെതായ ഒരു ലക്ഷണവുമില്ല, കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന് നിർത്തിക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഡോക്ടറെ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. ഡോക്ടർ